ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ ക്ലാസ് മുറികൾ പ്രവർത്തിച്ച സർക്കാർ സ്കൂൾ കെട്ടിടം തകർന്നു വീണു. അവധി ദിവസമായതിനാൽ ഒഴിവായത് വലിയ അപകടമാണ്. കാർത്തികപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ പ്രധാന കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലെ വിദ്യാലയത്തിലാണ് ഈ അപകടം. നിർമ്മാണം പൂർത്തിയായി കിടക്കുന്ന പുതിയ കെട്ടിടത്തിൽ നാളെ മുതൽ ഈ സ്കൂൾ പ്രവർത്തിപ്പിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സ്കൂളിനായി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടന മാമാങ്കത്തിന് ശേഷം പ്രവർത്തിപ്പിക്കാനായി മാറ്റി നിർത്തിയാണ് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം അൺഫിറ്റ് എന്ന് വിധിയെഴുതിയ കെട്ടിടത്തിൽ കാർത്തികപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ ക്ലാസുകൾ പ്രവർത്തിപ്പിച്ചത്. മേൽക്കൂരയടക്കം ബലക്ഷയം സംഭവിച്ചതായി കണ്ടെത്തിയിട്ടും കെട്ടിടം മോടി പിടിപ്പിക്കാനും ലക്ഷങ്ങൾ ചിലവിട്ടു. 4C എന്ന് പറഞ്ഞൊരു ക്ലാസ് റൂം, അധ്യാപകരുടെ റൂം, മറ്റ് വായനശാലകളെല്ലാം പ്രവർത്തിക്കുന്ന ലാബ് എല്ലാം പ്രവർത്തിക്കുന്ന ഒരു ബിൽഡിങ്ങാണിത്. ഇതിന്ന് ഫിറ്റ്നസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇന്നത്തെ ഒരു ചെറിയ മഴയത്ത് തകർന്നു വീണിരിക്കുകയാണ്. ഇതിൻ്റെ അനാസ്ഥ സർക്കാരിൻ്റെ അനാസ്ഥയാണ്, പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ്. ഈ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ടൈലിടുന്നു, മോടി പിടിപ്പിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി കാണിക്കുവാൻ വേണ്ടിയിട്ട് കുട്ടികളെ ബലിയാടാക്കുന്ന ഒരു പ്രവണതയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കത്തില്ല. ഇതിൽ ശക്തമായ പ്രതിഷേധവുമായി ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് പോകും. സ്കൂൾ അധികൃതർ തകർന്ന കെട്ടിടം ഉപയോഗിച്ചിരുന്നില്ലെന്ന് വിശദീകരിച്ചെങ്കിലും 4ാം ക്ലാസിൻ്റെ C ഡിവിഷനും ഹെഡ് മാസ്റ്ററിൻ്റെ ഓഫീസും ഇതിലായിരുന്നു പ്രവർത്തിക്കുന്നതെന്ന് രക്ഷിതാക്കൾ ചൂണ്ടിക്കാട്ടി. നമ്മൾ കഴിഞ്ഞ കൊല്ലം ജില്ലയിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിക്കല്ല അപകടം സംഭവിച്ചത്, കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. ഇവിടെ ഇതാണ് തന്നെ സംഭവിക്കാൻ പോകുന്നത്. 1000-ലധികം കുട്ടികൾ പഠിക്കുമ്പോൾ ഈ കുട്ടികളെല്ലാം ഓടിക്കളിച്ച് ഓടി വന്ന് HMൻ്റെ റൂമിലേക്കും മറ്റ് ക്ലബ്ബുകളിലേക്കൊക്കെ കയറി വരുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഒരു വലിയ ദാരുണമായൊരു സംഭവം ഉണ്ടാകാതെ മാറിപ്പോയത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലാണ് സ്കൂളിൻ്റെ പ്രവർത്തനത്തിലെ ഗുരുതര അനാസ്ഥ നടന്നത്. ഫിറ്റ്നസ് നൽകാതിരുന്ന ചിങ്ങോലി പഞ്ചായത്തിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ SDPI, CPM, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി നിരന്തരം ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് സ്ഥലം മാറ്റം വാങ്ങി പോയിരുന്നു. പ്രവർത്തനക്ഷമമല്ലാത്ത കെട്ടിടത്തിലും ക്ലാസ് മുറി പ്രവർത്തിപ്പിച്ചത് അധ്യാപകരുടെ സ്ഥലം മാറ്റം ഒഴിവാക്കാനുള്ള ശ്രമമായിരുന്നു എന്നും ആക്ഷേപമുണ്ട്. സ്കൂൾ അധികൃതരുടെ അനാസ്ഥയിൽ ശക്തമായ പ്രതിഷേധവുമായി BJPയും രക്ഷിതാക്കളും രംഗത്തെത്തി. നാളെ രാവിലെ BJPയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ഇതേസമയം അപകടാവസ്ഥയിലുള്ള ക്ലാസ് മുറികൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. താൽക്കാലിക ഷെഡിൽ പ്രവർത്തിച്ചിരുന്ന ക്ലാസ് മുറികൾ അടക്കമാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നത്. തിങ്കളാഴ്ച മുതൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയതനുസരിച്ച് അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.